ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന വിഷയം സിങ്ക്രോണിക് വാരിയേഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാംഗ്വേജ് വാരിയേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഡയക്രോണിക് വാരിയേഷൻ എന്താണ് എന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് സിങ്ക്രോണിക് വാരിയേഷൻ? സിങ്ക്രോണിക് വാരിയേഷൻസ് എന്ന് പറഞ്ഞാൽ വാരിയേഷൻസ് ഇൻ ലാംഗ്വേജ് അറ്റ് എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം. ഈ സിങ്ക്രോണിക് വാരിയേഷൻ നമുക്ക് 3 ഹെഡിങ്ങിൽ പഠിക്കാൻ പറ്റും. ദാറ്റ് ഈസ് സിങ്ക്രോണിക് വാരിയേഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് അണ്ടർ 3 headings. First one, varieties due to language contact. Second one, varieties due to dialect. Third one, varieties due to register. Varieties due to language contact എന്താണെന്ന് നോക്കാം. 2 ലാംഗ്വേജുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഒരു പുതിയ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ഉണ്ടാകുന്നു. And it coexists with the original language. സോഷ്യോ ലിംഗ്വിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത് ട്രാൻസ്പ്ലാന്റഡ് അല്ലെങ്കിൽ നേറ്റീവൈസ്ഡ് അല്ലെങ്കിൽ ഇൻഡിജിനൈസ്ഡ് വെറൈറ്റീസ് എന്നാണ്. ലെറ്റ്സ് ലുക്ക് സം ഓഫ് ദ വെറൈറ്റീസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതിലൊന്നാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. Any variety of English which can be seen in India can be termed as Indian English. For example, Tamilian English, Maharashtrian English, Bengali English, etc. There is no uniformly consistent standard in English spoken all over the country. RP എന്നത് അതായത് Received Pronunciation, Standard Pronunciation is followed by the educated. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ മോർണിംഗ് ടീ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ബെഡ് ടീ ആവുന്നു. ഹിൽ റിസോർട്ട് എന്നത് ഹിൽ സ്റ്റേഷൻ ആവുന്നു. ബസ് സ്റ്റേഷൻ എന്നത് ബസ് സ്റ്റോപ്പ് ആവുന്നു. കസിൻ എന്നത് കസിൻ ബ്രദർ ആവുന്നു. CV എന്നത് ബയോഡാറ്റ ആവുന്നു. അതുപോലെ തന്നെ ചില ഹൈബ്രിഡ് കോമ്പൗണ്ട്സും ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിന്ദിയും ഇംഗ്ലീഷും ചേർന്ന് ചില വേർഡ്സ് ഉണ്ടാവുന്നുണ്ട്. പോലീസ് വാല, ബ്രാഹ്മിൻഹുഡ് എന്നൊക്കെയുള്ളത് അതിന് എക്സാമ്പിളാണ്. അതുപോലെ സിൻടാക്സിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വേർ ആർ യു ഗോയിങ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ വേർ യു ആർ ഗോയിങ് എന്നാവുന്നു. അതുപോലെ ഇൻവാരിയൻ ക്വസ്റ്റ്യൻ ടാക്സും യൂസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ക്വസ്റ്റ്യൻ ടാക്സിന് പകരം തെറ്റായ ഇൻകറക്റ്റായ ക്വസ്റ്റ്യൻ ടാക്സ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, യു ആർ ഗോയിങ് ടുമോറോ, ആറിൻറ്റ് യു എന്ന് ചോദിക്കുന്നതിന് പകരം ഈസിൻറ്റ് ഇറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വെറൈറ്റി ഡ്യൂ ടു ലാംഗ്വേജ് കോണ്ടാക്ട് ഇസ് പിഡ്ജിൻ ലാംഗ്വേജ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ലാംഗ്വേജ് വിത്ത് എ വെരി ലിമിറ്റഡ് വൊക്കാബുലറി, ലിമിറ്റഡ് സ്ട്രക്ചേഴ്സ്, യൂസ്ഡ് ഫോർ പർപ്പസസ് ലൈക്ക് ട്രേഡ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ഹാവ് നോ കോമൺ ലാംഗ്വേജ് ബിറ്റ്വീൻ ദംസെൽവ്സ്. അതായത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത, അതായത് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത ആൾക്കാർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ലാംഗ്വേജാണ്. അതിന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ലിമിറ്റഡ് സ്ട്രക്ചേഴ്സ് ഉള്ള, ലിമിറ്റഡ് വൊക്കാബുലറി ഉള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും അത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ഫിഷ് ട്രേഡേഴ്സ് തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലം, അവിടെ അവർക്ക് ഒരു കോമൺ ലാംഗ്വേജ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ന്യൂ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബാസാർ ലാംഗ്വേജസ് എന്നും പറയാറുണ്ട്. അതുപോലെ ഇൻ ഐലൻഡ്സ് ഓഫ് വെസ്റ്റ് ഇൻഡീസ്, അതുപോലെ പസഫിക് ഐലൻഡ്സിൽ പിജിൻസ് കണ്ടിന്യൂ ടു ബി ദ ലാംഗ്വേജ് സ്പോക്കൺ ഈവൻ ആഫ്റ്റർ ദ ഇനീഷ്യൽ പർപ്പസ് ഓഫ് ട്രേഡ് നോ മോർ എക്സിസ്റ്റഡ്. അതായത് ആദ്യത്തെ ആവശ്യം, ട്രേഡ് എന്നുള്ള ആവശ്യം കഴിഞ്ഞതിന് ശേഷവും വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ്സിലും പസഫിക് ഐലൻഡ്സിലും ഒക്കെ ഈ പിജിൻ യൂസ് ചെയ്യുന്നുണ്ട്. ചില പിജിൻ സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഐ ഗോ മാർക്കറ്റ് എന്നുള്ളത് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്നുള്ള ഒരു കാമറൂൺ പിജിനാണ്. അതുപോലെ ഐ ചൗ എന്നുള്ളത് ഐ ഈറ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്, അതൊരു ചൈനീസ് പിജിനാണ്. അതുപോലെ മെലനേഷ്യൻ പിജിനിൽ പ്ലെൻറ്റി മാൻ എന്നാണ് മെനി മാൻ എന്നതിന് പകരം പറയുന്നത്. അതുപോലെ അടുത്ത ഒരു ലാംഗ്വേജ് വെറൈറ്റി ആണ് ക്രിയോൾ എന്ന് പറയുന്നത്. ഈ പിഡ്ജിൻ എന്നത്
ഒരു നാറ്റീവ് ലാംഗ്വേജ് ആകുമ്പോൾ, അതായത് ഒരു സ്ഥലത്തെ ആൾക്കാരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആകുമ്പോൾ അത് ക്രിയോൾ ആയി മാറുന്നു. ഫോർ എക്സാമ്പിൾ ജമൈക്കൻ ക്രിയോൾ, ഹെയ്തിയൻ ക്രിയോൾ എന്നൊക്കെയുള്ളത്. ഇതിൽ സോസോ എന്ന് പറയുന്നത് ബേർഡിന് പകരമാണ്. അതുപോലെ ഫിഗർ ഫുഡ് എന്ന് പറയുന്നത് ടോ. അതുപോലെ പിക്കിൻ എന്ന് പറയുന്നത് ചൈൽഡിനെയാണ്. നെക്സ്റ്റ്, വെറൈറ്റി ഡ്യൂ ടു ലാംഗ്വേജ് കോണ്ടാക്ട്, എസ്പെറാൻഡോ. എസ്പെറാൻഡോ എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ ലാംഗ്വേജ് ആണ്, ടു ബി യൂസ്ഡ് ബൈ ദ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ഈ ലോകത്തെ എല്ലാ ആൾക്കാരും കോമൺ ആയി സംസാരിക്കുന്ന ഒരു ഭാഷ എന്ന അർത്ഥത്തിൽ വരുന്നതാണ് എസ്പെറാൻഡോ എന്നത്. പക്ഷേ തിയററ്റീഷ്യൻസ് എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു ലാംഗ്വേജ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നോ സച്ച് അറ്റംപ്റ്റ്സ് ഹാസ് ബീൻ സക്സസ്ഫുൾ. അടുത്ത ലാംഗ്വേജ് വെറൈറ്റി ആണ് വെറൈറ്റീസ് ഡ്യൂ ടു ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഇത് യൂസറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് വെറൈറ്റിയാണ്. ഡയലക്ട്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ എ സ്പീക്കേഴ്സ് സോഷ്യൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രിട്ടനിൽ തന്നെ ഒരുപാട് ന്യൂമറസ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്കോട്ടിഷ് ഡയലക്റ്റ് ആൻഡ് ദ യോർക്ക്ഷയർ ഡയലക്റ്റ്. അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിലുമുണ്ട്. അതുപോലെ ഈ ഡയലക്റ്റിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഹൈറാർക്കി അതുപോലെ സോഷ്യൽ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഉണ്ട്. ഓൾസോ ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് കാസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്പൂതിരി ഡയലക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫൊണോളജിക്കൽ ഡിഫറൻസസും സിൻഡാക്റ്റിക് ഡിഫറൻസും ലെക്സിക്കൽ മോർഫോളജിക്കൽ ആസ് വെൽ ആസ് ഗ്രാഫോളജിക്കൽ ഡിഫറൻസസും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആർപിയും അമേരിക്കൻ ലാംഗ്വേജസും അമേരിക്കൻ ഇംഗ്ലീഷും എന്തൊക്കെ ഡിഫറൻസ് ആണ് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് ഫ്രം എന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് ദാൻ ആണ്. പെട്രോൾ എന്നത് ഗ്യാസും, ഡൈവ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ഡൈവ്ഡ് എന്നാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് ഡോവ് ആണ്. അതുപോലെ പ്രോഗ്രാം എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിങ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ PROGRAMME എന്നാണ് പ്രോഗ്രാമിൻ്റെ സ്പെല്ലിങ്. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ PROGRAM എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ്സുകൾ ഐസോഗ്ലോസ് എന്നത് എന്താണ്, ഡയലക്റ്റ് മാപ്പ് എന്നത് എന്താണ് എന്നൊക്കെയാണ്. എന്താണ് ഐസോഗ്ലോസ്? ഐസോഗ്ലോസ് എന്നാൽ എ ലൈൻ മാർക്ക്ഡ് ഓൺ എ മാപ്പ് to demarcate the area where a distinct linguistic feature is used from the area where it is not used. അതായത് ഒരു പ്രത്യേക ലിംഗ്വിസ്റ്റിക് ഫീച്ചർ യൂസ് ചെയ്യുന്ന ഏരിയയെയും അത് യൂസ് ചെയ്യാത്ത ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തുന്ന ലൈനാണ് ഐസോഗ്ലോസ് എന്നത്. ഐസോഗ്ലോസ് എന്ന വേർഡ് ഗ്രീക്ക് ഒറിജിൻ ഉള്ളതാണ്. ഐസോസ് എന്നാൽ ഈക്വൽ എന്നും ഗ്ലോസ് എന്നാൽ ടങ് എന്നും ആണ്. ഇങ്ങനെയുള്ള സെവറൽ ഐസോഗ്ലോസുകൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ബണ്ടിൽ ഓഫ് ഐസോഗ്ലോസസ് ഉണ്ടാവുന്നു. എ മാപ്പ് ഷോയിങ് ദ ഡിഫറെൻറ്റ് ഐസോഗ്ലോസസ് ആൻഡ് ബണ്ടിൽ ഓഫ് ഐസോഗ്ലോസസ് ഈസ് ഇൻ എൻ ഏരിയ ഇസ് എ ഡയലക്റ്റ് മാപ്പ്. ഇങ്ങനെയുള്ള ഡയലക്റ്റ് മാപ്പുകൾ ചേരുമ്പോൾ ഡയലക്റ്റ് അറ്റ്ലസ് ആയി മാറുന്നു. അതുപോലെ സ്റ്റഡി ഓഫ് ഡയലക്ട്സ് ആണ് ഡയലക്ടോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെറൈറ്റീസ് ഡ്യൂ ടു രജിസ്റ്റേഴ്സ് ആണ്. Dialectical variation depending upon the field, mode and style of discourse is called registers. ഫീൽഡ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് മാറ്റർ ആണ്. അതായത് ഏത് സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയാണോ ആൾക്കാർ സംസാരിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാരിയേഷൻസ്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ജാർഗൻ. മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന പ്രത്യേകതരം വെറൈറ്റിയാണ് മെഡിക്കൽ ജാർഗൻ എന്ന് പറയുന്നത്. അതുപോലെ CANT. CANT. It is a secret language used by a class or sect of people. For example, thieves, magicians ഒക്കെ യൂസ് ചെയ്യുന്ന സീക്രട്ട് ലാംഗ്വേജ് ആണ് CANT എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റൈൽ ഓഫ് ഡിസ്കോഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്. It is a manner of speaking determined by relation between addresser and the addressee. അതായത് സംസാരിക്കുന്ന ആൾ ആരാണോ ആരോടാണ് സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വെറൈറ്റീസ്.
ഫോർ എക്സാമ്പിൾ ഫോർമൽ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇൻഫോർമൽ ലാംഗ്വേജ് ആൻഡ് കാഷ്വൽ ലാംഗ്വേജ്. ഈ സ്റ്റൈൽ ഓഫ് ഡിസ്കോഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് 3 ടേംസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തേതാണ് കൊളോക്യലിസം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സ്ലാങ്. തേർഡ് വൺ ഈസ് ഇഡിയോലക്റ്റ്. വാട്ട് ഈസ് കൊളോക്യലിസം? It is an informal language and it is inappropriate in formal situation and writing. അതായത് ഫോർമൽ സിറ്റുവേഷനിലും എഴുത്തിലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു തരം ഇൻഫോർമൽ ലാംഗ്വേജ് ആണ് കൊളോക്യലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോർമലായിട്ട് സ്റ്റാർട്ട് ഈറ്റിംഗ് സർ എന്ന് പറയുന്നത് കൊളോക്യലിസത്തിലേക്ക് വരുമ്പോൾ തീരെ ഇൻഫോർമലായി ഡിഗിറ്റ് മാൻ എന്ന് വരും. അതുപോലെ എന്താണ് സ്ലാങ്? സ്ലാങ് എന്ന് പറയുന്നത് ലെസ് റെസ്പെക്റ്റബിൾ ദാൻ കൊളോക്യലിസം ആണ്. കൊളോക്യൽ ലാംഗ്വേജസിനെക്കാളും ലെസ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വെറൈറ്റിയാണ് സ്ലാങ്. ഇറ്റ് റിസൾട്ട്സ് ഫ്രം ഫണ്ണി നിക്നെയിംസ് ആൻഡ് കോമിക്കൽ മിസ്ആപ്ലിക്കേഷൻ ഓഫ് ഓഡ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, വാഗബോണ്ട് എന്നുള്ള ഒരു വേർഡിന് ബം എന്നാണ് സ്ലാങ്ങിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഇഡിയോലക്റ്റ്. വാട്ട് ഈസ് ആൻ ഇഡിയോലക്റ്റ്? ഇഡിയോലക്റ്റ് ഇസ് എ ഡിസ്റ്റിങ്റ്റീവ് പേഴ്സണൽ വെറൈറ്റി. അതായത് ഒരു വ്യക്തിയുടെ മാത്രം വെറൈറ്റി ആണ് ഇഡിയോലക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ VKN, അതുപോലെ കുമിങ്സ് ആൻഡ് റോബർട്ട് ഫ്രോസ്റ്റ്, ഇവരുടെയൊക്കെ വർക്കിൽ ഇവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് അപ്ലിക്കേഷൻ ഉണ്ടാവും. ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. വൈക്കം മുഹമ്മദിൻ്റെ പുസ്തകങ്ങൾ വായിച്ചവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇഡിയോലക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രീക്ക് ഒറിജിനുള്ള വേർഡാണ്. ഇഡിയോ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എന്നാണ്, ഇഡിയോലക്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ വെറൈറ്റി എന്നും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സിങ്ക്രോണിക് വാരിയേഷൻസ് എന്ന് പഠിച്ചു. 3 ഹെഡിങ്സിലാണിത് പഠിക്കുന്നത്. വെറൈറ്റീസ് ഡ്യൂ ടു ലാംഗ്വേജ് കോണ്ടാക്ട്, വെറൈറ്റീസ് ഡ്യൂ ടു ഡയലക്റ്റ് ആൻഡ് വെറൈറ്റീസ് ഡ്യൂ ടു രജിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് വാരിയേഷൻസ് എന്നുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ലാംഗ്വേജ് വാരിയേഷൻസിൽ പെടുന്നത് ഡയക്രോണിക് വാരിയേഷൻസ് ആൻഡ് സിങ്ക്രോണിക് വാരിയേഷൻസ്, അവയുടെ ഡിവിഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.